ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ബാംഗ്ലൂരത്തെ സെക്കൻഡ് ഡേ ആണ്. എല്ലാവരും നല്ല ലേറ്റ് ആയിട്ട് തന്നെ കേട്ടോ എണീറ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കണതാണ് കേട്ടോ. പിള്ളേരും എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരത്തെ സാമ്പാറൊക്കെ കഴിച്ച് നോക്കിയിട്ട് അമ്മ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കേണ്ടതിൽ ലിച്ചുമതേ എന്നെ കണ്ടപ്പം ചെറുതായിട്ടൊന്നും ഇങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ചിണുങ്ങൽ കൂടുതലാണ്. എങ്ങടാ എങ്കിട്ട് അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളാണ് കേട്ടോ. ദോശയും ചമ്മന്തിയും സാമ്പാറുമാണേ. അപ്പോൾ അവൾ ഇതാ ചമ്മന്തി ഉണ്ടാക്കണം, ഞാൻ ദോശ പതുക്കെ ചുട്ട് തുടങ്ങി. ഉണ്ണികൾക്ക് വേറെ കുറച്ച് കട്ടിയുള്ള ദോശ ഉണ്ടാക്കുള്ളൂ, ഊത്തപ്പം പോലെ. അങ്ങനെ അവർക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് നെക്സ്റ്റ് പ്രോഗ്രാം. പാപ്പുച്ചിന്ന ദോശ, പാപ്പുച്ചിന്ന ദോശ, നല്ല ദോശ. ഒട്ടടി ചുട്ട ദോശ. ഇച്ചാപ്പി ദോശ തിന്നാനോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണ്, ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങളുടെ ബാംഗ്ലൂരത്തെ ഡേ 2. ഇന്നലെ എത്തി. ഇന്ന് ഞങ്ങള് എങ്ങോട്ടോ കൊണ്ടുപോവാണ്, പറഞ്ഞിട്ടില്ലല്ലോ എവിടേക്കാണ്. കുഞ്ഞു ഉറങ്ങി, അമ്മയുണ്ട്, എന്റെ കേറ്റുവാനുണ്ട്, ചേട്ടൻ താഴേക്ക് വണ്ടി ഇറക്കാൻ. കാശിനും ചിമ്മനും കാണാനില്ല, ആരുടെ വീട് പൂട്ടാൻ പോണു. ഞങ്ങളെന്തായാലും ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളല്ലേ. ചിമ്മയും കാച്ചിയും ഒരു മാച്ചാ. കുഞ്ഞിമാളും ഒരു എന്താ പറയാ ബ്രിക്ക് റെഡും. ഇതെന്നെ കണ്ടിട്ട് അറിയണതാ. എടുക്കട്ടെ അവളെ. നമ്മൾ അവിടുന്ന് പോയത് ബാംഗ്ലൂർ ഒരു റെസ്റ്റോ ബാറിലാണ് കേട്ടോ. പബ്ബാണ് അത്. ഇയ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക ഗൂഗിളിൽ. OIA ഒരു ഗ്രീക്ക് വേർഡൊക്കെയാണ്. അതിൻ്റെ ആംബിയൻസ് അടിപൊളിയാണ്. അതുപോലെ ഫുഡും നല്ലതാണ്. ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്കും അങ്ങനെയും പോകാം. പക്ഷെ മൊത്തം ഫാമിലി ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്, നല്ലോണം കാശ് പിടിക്കും. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയിട്ട് മെനു നോക്കിയപ്പോൾ ആദ്യം കണ്ടത് സുഷി. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, സുഷി കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ ഞങ്ങൾ നെക്സ്റ്റ്. അന്ന് ശരിക്കും ഞങ്ങൾ ഇറങ്ങി അവിടെ എത്താറപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തത് ഉള്ളിലേക്കാണ്. പുറത്തേക്കൊക്കെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ പിള്ളേരും കൊണ്ട് പുറത്ത് ഈ മഴയത്തിരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞങ്ങൾ ഉള്ളിലത്തെ ഒരു കോർണറായിട്ടുള്ളൊരു സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ഇനിയും ഇതിങ്ങനെ മേലെ പോവാട്ടോ. മേലെന്ന് താഴത്തേക്കുള്ള വ്യൂവും നല്ല അടിപൊളിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾ പറഞ്ഞാൽ ഇങ്ങനെ പബ്ബാണ്. പക്ഷേ പബ്ബ് എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെയല്ലല്ലോ വിചാരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിലേക്ക് ഇനി വേറെയും ഈ പറഞ്ഞ പോലെ പാട്ടൊക്കെ വെച്ചിട്ട് മറ്റേ കള്ളു പിടിച്ചിട്ടുള്ള സംഭവമൊക്കെയാണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് കഴിക്കാം, അല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം. കോക്ടെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. അവരെന്തായാലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുള്ളൂ നമുക്കറിയാം. എന്നാലും പബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലത് അല്ലല്ലോ വരിക. അപ്പോൾ പക്ഷെ കണ്ടത് മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കടിക്കുമ്പോ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഞാൻ അയ്യോ അവിടെ എന്താ വോയിസ് ഒന്നും ഇടാൻ പറ്റില്ലേ? കുഞ്ഞിമാ എല്ലാവരും സുഷിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ പച്ചമീനാണ്, റോ ഫിഷാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഞങ്ങളിത് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഷാർജയിൽ പോയപ്പോൾ 4 വർഷം മുന്നേ ഷാർജയിൽ പോയപ്പം ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇത് റോ ഫിഷാണെന്ന് അതിന് ഡീറ്റെയിൽ ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ചുരുട്ടി വെച്ച് ചോറിൽ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് വാങ്ങിച്ചു തന്നപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ 4-5 പീസ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. അതെ, ഇത് പക്ഷേ പൊട്ടിക്കണ്ട, പിടിക്കും. അത് താഴുമ്പോ കഴിക്കി ഒക്കെ അത് സാരില്ല, ഒക്കെ അതിലിടും.
ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഓരോക്കെ മസാബി 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 നമ്മളെ കൊണ്ട് പറ്റാത്ത സോസ് ഒന്നുമില്ല ഇട് അതെന്തൊരു വായ ഞാൻ വിഷ്ണു ഏട്ടാ പോവാ ചേട്ടാ വിഷ്ണുട്ടാ നിങ്ങൾ പറയാണ്ട് ഞാൻ പറഞ്ഞു കഴിച്ചോട്ടെ റബി പറയുന്നത് നമ്മള് ചോറാശം കഴിച്ചിട്ടുണ്ട് അത് തന്നെയാണോ നോക്കട്ടെ ഇതിലത്തെ പിങ്ക് ആ സംഭവം ജിഞ്ചറിൻ്റെ ഫ്ലേവറാണെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഗ്രീൻ ഞാൻ അവക്കാഡോ മിക്സ് ആണെന്ന് വിചാരിച്ചിട്ട് കഴിച്ചു. എൻ്റെ കെട്ടിയമ്മ വസാബി വസാബി എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ ഒരു ഇച്ചിരി അധികം എടുത്തിട്ട് വായിലിട്ടു. പുകച്ചൽ വന്നിട്ട് എനിക്ക് കണ്ണിക്കൂടെ മൂക്കിക്കൂടെയൊക്കെ പുക വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ സംഭവം. കൊറിയൻ ടേസ്റ്റ് ആണ് വസാബി. കുറച്ച് കഴിക്കാൻ പാടുള്ളൂ. ആലോചിക്കല്ലേ ഞങ്ങളൊക്കെ കഴിക്കുന്നത് കണ്ടിട്ട് ഗാച്ചി വേണ്ട വേണ്ടെന്നാണ് നിർബന്ധിച്ച് കഴിപ്പിച്ചത്. പക്ഷേ ഗാച്ചിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് ആ മീൻ കടിക്കുമ്പോൾ അയ്യോ പച്ചമീനാണല്ലോ എന്ന് തോന്നിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. ടേസ്റ്റ് ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നോട് കെട്ടിയനോട് പറഞ്ഞു പ്രോൺസ് എടുത്താൽ മതി പറഞ്ഞു. വേണ്ട നമുക്ക് റോ ഫിഷ് തന്നെ മതി, സാമൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഗാച്ചിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു അവൾ. ശ്വേത ഫസ്റ്റ് കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ശ്വേതയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു പീസ് ബാക്കി വന്നത് ഞാനും ശ്വേതയും കൂടിയായിട്ടാണ് കഴിച്ചത്. അപ്പോഴേക്കും അത് ഓക്കെ സെറ്റായി. നമ്മൾ ഇഷ്ടായാ? മരുമം വസാബി കുറച്ച് സ്നേഹത്തോടെ വെച്ച് കൊടുത്തത്. അമ്മയ്ക്ക് തീരെ പറ്റിയില്ല. എക്സ്പ്രഷൻസ് ഒന്നും കുറേ ഇടാനേ പറ്റില്ല കേട്ടോ, കാരണം കോമഡിയാണ്.
Dress leches. DRESLECHS. Dress leches. Dress leches. ശരി ചേട്ടാ ഏച്ചോക്ക് ചെയ്യാം. ചേട്ടാ എങ്ങനെയുണ്ട് നാറ? നല്ല ചേക്ക് ഇഷ്ടായ? ഗാച്ചിക്ക് കൊടുക്കണല്ലേ ഇത്? ഗാച്ചി ഗാച്ചി എന്താ കഴിക്കണേ? കിട്ടുന്നില്ല നിനക്ക്? ഇപ്പഴത്തൊന്നും കിട്ടില്ല. ലാസ്റ്റ് തരും. പിടിക്കിടിച്ചത് വാങ്ങടി വാങ്ങിടിച്ചത്. അമ്മേ ഞാൻ കണ്ടു. വാങ്ങടി 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 ചേർത്ത് വാങ്ങടി. ഞാൻ കണ്ടു. ഇനി വീട്ടില് താങ്ക് യു. ഞങ്ങള് വന്നു. കോസ്റ്റ്യൂം ഒക്കെ മാറി പഞ്ഞി. ഞങ്ങൾ ഉടുപ്പൊക്കെ മാറി. ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ എന്താ? ഇന്ന് കഞ്ഞിയും ചമ്മന്തിയും. നല്ല മാങ്ങ ചമ്മന്തിയും അവരെടുക്കളയിൽ. കമോൺ. കുപ്പി കഴുകുന്ന ആൾ പിള്ളേരുടെ ബോട്ടിലൊക്കെ കഴിക്കുന്നത് ചേട്ടൻ. മാങ്ങാ ചമ്മന്തി കഞ്ചിതാ കുക്കറിൽ. ഇന്ന് പിള്ളേരൊക്കെ കഞ്ഞിയാണ്. നമ്മൾ പുറത്തുനിന്ന് എന്തൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചോറും കഞ്ഞിയും ചമ്മന്തിയും കറികളൊക്കെയാണല്ലോ ഇഷ്ടം. അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇതുപോലെ കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരാം കേട്ടോ. അതിലെല്ലാവർക്കും ടാറ്റാ.